ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിക വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജ്യോതിഷവും കൂടോത്രവും എന്നതിനെ പറ്റിയാണ്. ജ്യോതിഷവും കൂടോത്രവും തമ്മിൽ നേരിട്ടൊരു ബന്ധവുമില്ല. ഇവ രണ്ടും വ്യത്യസ്തമായ വഴികളിലൂടെ പ്രവർത്തിക്കുന്നത്. എങ്കിലും ചില സാഹചര്യങ്ങളിൽ ഈ രണ്ട് വിഷയങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായി കാണാം. ജ്യോതിഷം ഒരു പ്രതിവിധി എന്ന നിലയിൽ, കൂടോത്രം അല്ലെങ്കിൽ ആഭിചാരം ഒരാളുടെ ജീവിതത്തിൽ ദോഷകരമായ സ്വാധീനം ചെലുത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ പലരും ജ്യോതിഷത്തെ സമീപിക്കാറുണ്ട്. ജ്യോതിഷപരമായ മാർഗങ്ങളിലൂടെ കൂടോത്രം മൂലമുണ്ടായ ദുരിതങ്ങളെ ലഘൂകരിക്കാൻ കഴിയും. ദോഷപരിഹാരങ്ങൾ: ഒരു ജ്യോതിഷി ജാതകം പരിശോധിച്ച് കൂടോത്രത്തിന്റെ സ്വാധീനം മൂലമാണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചേക്കാം. അതിനുശേഷം പ്രത്യേക പൂജകൾ, മന്ത്രങ്ങൾ, വഴിപാടുകൾ അല്ലെങ്കിൽ ചില പ്രത്യേക ആചാരങ്ങൾ എന്നിവ നിർദ്ദേശിച്ചേക്കാം. ഇത് കൂടോത്രത്തിന്റെ നെഗറ്റീവ് ഊർജത്തെ പ്രതിരോധിക്കാൻ സഹായിക്കും. മാനസികമായ പിന്തുണ: കൂടോത്രം ബാധിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഒരു ജ്യോതിഷി നൽകുന്ന ഉപദേശങ്ങളും പ്രതിവിധി നിർദ്ദേശങ്ങളും അവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകാൻ സഹായിച്ചേക്കും. ചിലർ ജ്യോതിഷത്തെ കൂടോത്രത്തിനായി ദുരുപയോഗം ചെയ്യുന്നതായി കാണാം. അതായത്, ഒരാളുടെ ജാതകമോ ഗ്രഹനിലയോ ഉപയോഗിച്ച് അവരുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി കൂടോത്രം ചെയ്യാനുള്ള ശരിയായ സമയം കണ്ടെത്തുക. ഇത് ജ്യോതിഷത്തിന്റെ ദുരുപയോഗമാണ്. ജ്യോതിഷം ഒരു വ്യക്തിക്ക് നല്ലത് വരാൻ വേണ്ടിയുള്ളതാണെങ്കിൽ കൂടോത്രം ഒരു വ്യക്തിക്ക് ദോഷം ചെയ്യാനുള്ളതാണ്. ജ്യോതിഷം ഒരു പഠന രീതിയാണെങ്കിൽ കൂടോത്രം ദുർമന്ത്രവാദത്തിന്റെ ഒരു രൂപമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.